സ്വാഗതം കട്ട് ആൻഡ് റീഡിലേക്ക്. ജൂലൈ 25 ചരിത്രം വെറും ഒരു തീയതിയായി രേഖപ്പെടുത്താത്ത ദിനം. ശബ്ദങ്ങളെ അടിച്ചമർത്താമെന്ന അധികാരത്തിന്റെ അഹങ്കാരത്തിന് മുന്നിൽ തലയറുത്തുമാറ്റിയാലും ശബ്ദം നിലയ്ക്കില്ലെന്ന പ്രഖ്യാപനവുമായി പാറ്റകൾ ഒന്നൊന്നായി പിന്നെ ആയിരങ്ങളായി ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തി വിജയക്കൊടി നാട്ടിയ ദിനം. തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുമായിരുന്ന ജനാധിപത്യം ധീരമായി ഉയർത്തെഴുന്നേറ്റ ദിവസം. ഭരണകൂടത്തിന്റെ നെഞ്ചിൽ ജനാധിപത്യത്തിന്റെ അച്ചുമുദ്ര പതിഞ്ഞ ആ നിമിഷം മുതൽ പ്രതിഷേധക്കാർ അധികാരവർഗത്തിന്റെ കണ്ണിൽ പൗരന്മാരായിരുന്നില്ല, അവർ ദേശദ്രോഹികളായി. ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ തീവ്രവാദികളായി. ഭരണകൂടത്തോട് ഉത്തരവാദിത്തം ചോദിച്ചപ്പോൾ അവർ ഗൂഢാലോചനക്കാരായി. CJPയെ അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനം, രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ എന്നിങ്ങനെ വിശേഷിപ്പിച്ച് സംഘപരിവാർ നേതാക്കളും അനുഭാവികളും നടത്തിയ ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട പ്രതികരണങ്ങളായിരുന്നില്ല. പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയ സാധ്യതയെ തകർക്കുകയും സമരക്കാരെ ജനങ്ങൾക്ക് മുന്നിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യാനുള്ള ഏകോപിത ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അവ. ഡൽഹിയിലെ സമരക്കാർക്കെതിരെ മാത്രമല്ല, കേരളത്തിലും RSSും BJPയും പ്രതിഷേധത്തെ പരിഹസിക്കാനും പുച്ഛിക്കാനും അപമാനിക്കാനും സംഘടിതമായി രംഗത്തിറങ്ങി. സമരത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും വിദേശ ഫണ്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും BJP നേതാവ് MT രമേശ് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഇടതുപക്ഷവും ചൈനയും ചേർന്ന് ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണിതെന്നും ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ സ്വപ്നം ഒരിക്കലും പൂവണിയില്ലെന്നും ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു ആരോപിച്ചു. CJPക്ക് യഥാർത്ഥ നേതൃത്വമില്ലെന്നും അതിന്റെ അമരക്കാരൻ അമേരിക്കയിൽ ഇരിക്കുകയാണെന്നും സാമൂഹിക മാധ്യമ പിന്തുണയിൽ വലിയൊരു പങ്ക് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണെന്നും RSS നേതാവ് സന്ദീപ് വചസ്പതി ആരോപിച്ചു. സമരത്തിന് പിന്നിൽ US ഫണ്ടിങ്ങും ജോർജ് സോറോസ് പോലുള്ള വിദേശ ശക്തികളുടെ ഗൂഢാലോചനയുമാണെന്ന് BJP നേതാവും നടനുമായ മേജർ രവി പറഞ്ഞു. അവിടെ നിർത്തിയില്ല. നടന്നത് വിദ്യാർത്ഥി സമരമല്ല, രാജ്യദ്രോഹികളുടെയും തീവ്രവാദികളുടെയും പ്രകടനമാണെന്നും അതിന് വിദേശ ഫണ്ടിംഗ് ഉണ്ടായിരുന്നു എന്നത് വൈകാതെ തെളിയുമെന്നും RSS അനുകൂല അഭിനേത്രി മായ മേനോൻ പറഞ്ഞു. സമരം പോലീസ് തടയുന്നത് സ്വാഭാവികമാണെന്നും പോലീസിന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും ബംഗ്ലാദേശോ ശ്രീലങ്കയോ നേപ്പാളോ പോലൊരു സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഡൽഹി വിദ്യാർത്ഥി സമരമെന്നും BJP നേതാവ് യുവരാജ് ഗോകുൽ ആരോപിച്ചു. കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെയാ ഡൽഹി എന്നായിരുന്നു സിനിമാ നടൻ K കൃഷ്ണകുമാറിന്റെ പരാമർശം. ഞങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാകില്ല എന്നായിരുന്നു BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ ഭീഷണി. മാധ്യമരംഗത്തും പ്രതിഷേധത്തെ അപമാനിക്കുന്ന ഭാഷയ്ക്ക് കുറവുണ്ടായില്ല. പാറ്റകളുടെ ഷോ ഓഫ് നിർത്തുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ദേശസ്നേഹികൾ തെരുവിലിറങ്ങും, അതവർക്ക് താങ്ങാനാകില്ല എന്നായിരുന്നു ജനൻ TV ചർച്ചയിൽ മാധ്യമപ്രവർത്തകൻ അനന്തനാരായണന്റെ പ്രതികരണം. എന്നാൽ ഏറ്റവും ഞെട്ടിപ്പിച്ചതും ജനാധിപത്യ ബോധത്തെ തന്നെ വെല്ലുവിളിച്ചതും RSS നേതാവ് TG മോഹൻദാസിന്റെ പരാമർശങ്ങളായിരുന്നു. പ്രതിഷേധം എങ്ങനെ അടിച്ചമർത്തുമെന്ന ചോദ്യത്തിന് മോഹൻദാസ് പറഞ്ഞ മറുപടി ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാനാവാത്ത തരത്തിലായിരുന്നു. എനിക്ക് ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയാൽ ജന്തർ മന്ദർ പരിസരത്ത് 4 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് 3 തവണ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടും. അതിനുശേഷവും പിരിയില്ലെങ്കിൽ വെടിവെക്കും. ആളുകൾ ചിതറിയോടും, ചിലർ മരിക്കും, ചിലർക്ക് ഗുരുതരമായി പരിക്കേൽക്കും. ഏകദേശം 4 മണിക്കൂറിനുള്ളിൽ സ്ഥിതി നിയന്ത്രണത്തിലാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതേ വീഡിയോ പരമ്പരയിൽ സ്ത്രീ സമരക്കാരെ കുറിച്ച് അദ്ദേഹം നടത്തിയ മറ്റൊരു പരാമർശം അതിലും ഗുരുതരമായിരുന്നു. പോലീസിനെ പിൻവലിച്ചാൽ അവിടെ കൂട്ടബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടക്കും. ബലാത്സംഗത്തിന് പരാതി ഉണ്ടാകില്ല, കാരണം ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവർ. സ്ത്രീകളെ അപമാനിക്കുകയും സമരക്കാരെ മനുഷ്യത്വരഹിതമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ പ്രസ്താവനകൾക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തി. എന്നാൽ RSSന്റെ വിശദീകരണം ലളിതമായിരുന്നു. അത് മോഹൻദാസിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് പറഞ്ഞ് സംഘടന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവർ ഒഴിഞ്ഞു മാറുകയുള്ളൂ. കാരണം ലളിതമാണ്. അവർ പേറുന്ന രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാക്കാൻ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം മാത്രം ചികഞ്ഞാൽ മതി. ആ കലാപത്തിന്റെ മുറിവുകൾ ഇന്നും ഇന്ത്യയുടെ മനസാക്ഷിയെ വേട്ടയാടുന്നതാണ്. സ്ത്രീകൾക്കെതിരായ കൂട്ടബലാത്സംഗങ്ങളും കൂട്ടക്കൊലകളും ഉൾപ്പെടെയുള്ള നരനായാട്ടുകളിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ ചിലരെ പിന്നീട് മാലയണിയിച്ച് സ്വീകരിക്കുകയും വീരന്മാരെ പോലെ ആഘോഷിക്കുകയും ചെയ്ത കാഴ്ചകൾ ഈ രാജ്യത്തിന് മറക്കാനാവില്ല. ബൽക്കീസ് ബാനു ബലാത്സംഗ കേസിലെ പ്രതികളെ മാലയിട്ട് സ്വീകരിച്ച ആ മഹാന്മാരിൽ ഒരാളെയാണ്
ധർമ്മേന്ദ്ര പ്രധാന് പകരം വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിച്ചിരിക്കുന്നത് എന്നാണ് മറ്റൊരു ആശ്ചര്യം. ഇരകളുടെ കണ്ണീരിനേക്കാൾ പ്രതികളുടെ മഹത്വവൽക്കരണത്തിന് പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയം മനുഷ്യാവകാശങ്ങളോടും ഭരണഘടനാ മൂല്യങ്ങളോടും പുലർത്തുന്ന യഥാർത്ഥ സമീപനത്തിന്റെ നേർക്കാഴ്ച എന്തെന്ന് മനസ്സിലാക്കി തരികയായിരുന്നു. അത്തരം രാഷ്ട്രീയ പാരമ്പര്യത്തെ തള്ളിപ്പറയാൻ പോലും തയ്യാറാകാത്തവരുടെ വായിൽ നിന്ന് വിഷം കലർന്ന വാക്കുകളും വിദ്വേഷം നിറഞ്ഞ പരാമർശങ്ങളും പുറത്തു വരുന്നത് ആരെയും അത്ഭുതപ്പെടുത്തേണ്ട കാര്യമില്ല. കുറ്റകൃത്യങ്ങളെ അപലപിക്കുന്നതിന് പകരം കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം വളർത്തിപ്പോറ്റുന്നവർ ജനാധിപത്യത്തെയും മാനവികതയെയും ഒരുപോലെ അപമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രസ്താവനകളിൽ നിന്ന് വിദ്വേഷവും മനുഷ്യത്വരാഹിത്യവും മാത്രമേ വീണ്ടും വീണ്ടും പുറത്തു വരൂ. കലാപങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ബലാത്സംഗത്തെ ഒരു ടൂളാക്കി ഉപയോഗിക്കുന്നവർക്ക് ബലാത്സംഗത്തോട് താത്വികമായ എതിർപ്പൊന്നും ഉണ്ടാവുകയുമില്ല. എന്നാൽ ഉയരുന്ന ചോദ്യം മറ്റൊന്നാണ്. ഇത്തരം പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഭരണകൂടം എന്തുകൊണ്ട് മടിച്ചു? വിദ്വേഷം പരത്തുന്ന പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ കാണാത്ത അതിവേഗമാണ് പ്രതിഷേധക്കാർക്കെതിരായ കേസുകളിൽ കണ്ടത്. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വേടൻ അടക്കമുള്ളവർ നടത്തിയ പ്രതിഷേധ പരിപാടിക്കെതിരെ കേസെടുക്കാനാണ് പോലീസ് തിടുക്കം കാട്ടിയത്. അങ്ങ് ഡൽഹിയിൽ പോയി സമരത്തിന് പിന്തുണ നൽകി വന്ന സതീശൻ കേരളത്തിലെത്തിയപ്പോഴേക്കും പോയത് എന്തിനാണെന്ന് തന്നെ മറന്നു. CJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മാത്രം ഇവിടെ 5000-ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. അതിൽ തന്നെ 165-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ്, കേസ് എന്നതിനൊക്കെ അപ്പുറത്ത് സംഘപരിവാരും അവർക്ക് കുഴലൂതുന്ന സർക്കാരും ചേർന്ന് സമരത്തിൽ ഒത്തുചേർന്നവരെയെല്ലാം രാജ്യദ്രോഹികളാക്കുകയും ചെയ്തു. അതിൽ അത്ഭുതപ്പെടാനുമില്ല. അന്റോണിയോ ഗ്രാംഷി പറഞ്ഞതുപോലെ അധികാരം ബലപ്രയോഗം കൊണ്ട് മാത്രമല്ല നിലനിൽക്കുന്നത്. സമ്മതം നിർമ്മിച്ചെടുക്കുകയും എതിർ ശബ്ദങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്താണ് അത് സ്വയം നിലനിർത്തുന്നത്. പ്രതിഷേധക്കാരെ രാജ്യദ്രോഹികൾ, വിദേശ ഫണ്ടുകാർ, തീവ്രവാദികൾ എന്നിങ്ങനെ മുദ്രകുത്തുന്ന പ്രചാരണങ്ങൾ ആ ആശയാധിപത്യത്തിന്റെ ഭാഗമായാണ് വായിക്കപ്പെടേണ്ടത്. കാരണം ഭരണകൂടം അതിന്റെ അധികാരം നിലനിർത്തുന്നത് കാലങ്ങളായി എല്ലാ കാലത്തും അങ്ങനെയാണ്. തങ്ങളെ എതിർക്കുന്നവരെ അവർ അടിച്ചമർത്തും. തങ്ങൾക്ക് അനുകൂലമായവ സൃഷ്ടിച്ചെടുക്കാൻ അവർ ഏതറ്റം വരെയും പോകും. സ്വന്തം നിലപാടുകളെ ന്യായീകരിക്കുന്ന ആശയങ്ങളും കഥകളും പ്രതിച്ഛായകളും സൃഷ്ടിച്ചെടുക്കാൻ ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെയും പ്രചാരണ സംവിധാനങ്ങളെയും രാഷ്ട്രീയ ഭാഷയെയും പരമാവധി ഉപയോഗിക്കും. അധികാരം കേവലം ഭരണത്തിലൂടെയല്ല, പൊതുബോധത്തെ സ്വാധീനിക്കുന്നതിലൂടെയും നിലനിൽക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അധികാരത്തെ പിന്തുണയ്ക്കുന്ന ശബ്ദങ്ങൾ ഉയർത്തിക്കാട്ടപ്പെടുകയും വിയോജിപ്പിന്റെ ശബ്ദങ്ങൾ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അത് കൃത്യമായി സതീശൻ സർക്കാരിന്റെ നിലപാടോടെ ഒന്നുകൂടി വെളിപ്പെട്ടു എന്ന് മാത്രം. ഒന്നുകൂടി പറയട്ടെ, ഏത് ഭരണകൂടമായാലും അധികാരത്തിന്റെ ദന്തഗോപുരം ഒരു നാൾ ജനാധിപത്യത്തിന്റെ ചോദ്യച്ചൂളയിൽ വെന്തുരുക്കും. നിശബ്ദത ഭേദിച്ച് പുറത്തു ചാടുന്ന ഓരോ ശബ്ദവും അധികാരത്തിന്റെ അടിവേരിളക്കും. അധികാരത്തിന് തോന്നാം തോക്കുകൊണ്ടും തടവറ കൊണ്ടും നിയമങ്ങളുടെ മറവിലുമെല്ലാം സത്യത്തെ മൂടിവെക്കാമെന്ന്. എന്നാൽ ചരിത്രം പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഓരോ അടിച്ചമർത്തലും പുതിയൊരു പ്രതിരോധത്തിന് ജന്മം നൽകും. ഓരോ വിലക്കും പുതിയൊരു ചോദ്യത്തിന് വഴിയൊരുക്കും. ഓരോ അനീതിയും പുതിയൊരു ജനകീയ മുന്നേറ്റത്തിന്റെ വിത്ത് വിതറും. ഒടുവിൽ അധികാരത്തിന്റെ അവസാന വാക്കല്ല ചരിത്രം രേഖപ്പെടുത്തുക, അനീതിക്കെതിരെ തല ഉയർത്തി നിന്ന മനുഷ്യരുടെ ശബ്ദമാണ്. കാരണം അധികാരം എത്ര ശക്തമായാലും ജനങ്ങളുടെ മനസാക്ഷിയേക്കാൾ വലിയ സാമ്രാജ്യം ഈ ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല.